ആരോഗ്യകരവും സന്തുലിതവുമായ ഭക്ഷണക്രമത്തിന് അത്യന്താപേക്ഷിതമായ മാക്രോ ന്യൂട്രിയന്റുകളിൽ ഒന്നാണ് കാർബോഹൈഡ്രേറ്റുകൾ. എന്നിരുന്നാലും സമീപകാലങ്ങളിലായി കാർബോഹൈഡ്രേറ്റുകൾക്കൊരു ചീത്തപ്പേരുണ്ട്. മിക്ക ആളുകളും അവയെ പൊണ്ണത്തടി, ടൈപ്പ് 2 പ്രമേഹം, മറ്റ് വിട്ടുമാറാത്ത രോഗങ്ങൾ എന്നിവയ്ക്ക് കാരണമാണെന്ന് കരുതുന്നുണ്ട്. പക്ഷെ കാർബോഹൈഡ്രേറ്റ്സ് യഥാർത്ഥത്തിൽ സമീകൃത ആഹാരത്തിൻ്റെ ഒരു പ്രധാന ഭാഗം തന്നെയാണ്. കുറഞ്ഞ കാർബ് ഭക്ഷണക്രമം കുറച്ച് ആളുകൾക്ക് വിലപ്പെട്ടതാണെങ്കിലും ഉയർന്ന കാർബ് ഭക്ഷണത്തിൽ നിന്നും വിട്ടുനിൽക്കാൻ അതൊരു കാരണവുമല്ല. മാത്രമല്ല, നിരവധി ഉയർന്ന കാർബ് ഭക്ഷണങ്ങൾ ആരോഗ്യത്തിന് വളരെ മികച്ചതാണ്. പച്ചക്കറികൾ, പഴങ്ങൾ, തവിട്ടരി, ഓട്സ്, ഉണക്കിയ പഴങ്ങൾ, പഴവർഗ്ഗങ്ങൾ എന്നിവ നല്ല നിലവാരമുള്ള കാർബോഹൈഡ്രേറ്റുകളാൽ നിറഞ്ഞിട്ടുണ്ട്. കൂടാതെ നിരവധി ആരോഗ്യ ഗുണങ്ങളും ഇവ നൽകും. കാർബോഹൈഡ്രേറ്റുകൾ മനുഷ്യ ശരീരത്തിന് ആവശ്യമായ ഇന്ധനവും ഊർജവും നൽകും. കൂടാതെ ശരീരപ്രക്രിയകൾ നടത്താനും നന്നായി പ്രവർത്തിക്കാനും സിസ്റ്റത്തിന് ആവശ്യമാണ്. എന്നാൽ വിവിധ ഘടകങ്ങളെ ആശ്രയിച്ച് ഉചിതമായ അളവിൽ കാർബോഹൈഡ്രേറ്റ് ഉപയോഗിക്കണമെന്ന് മാത്രം. കൊഴുപ്പ്, മാംസ്യം, അന്നജം എന്നീ മാക്രോ ന്യൂട്രിയന്റുകൾ നമ്മുടെ ശരീരത്തിന് അത്യാവശ്യമാണ്. പഞ്ചസാര മുതൽ കടലയിൽ വരെ കാർബോഹൈഡ്രേറ്റ്സ് അടങ്ങിയിട്ടുണ്ട്. പ്രധാനമായും ശരീരത്തിന് ഊർജ്ജമേകുക എന്നതാണ് ഈ അന്നജത്തിൻ്റെ ജോലി. എന്നാൽ അമിതമായി മധുരപാനീയങ്ങളും പലഹാരങ്ങളുമൊക്കെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തിയാൽ അത് ആരോഗ്യത്തെ സാരമായി തന്നെ ബാധിക്കും. കാർബോഹൈഡ്രേറ്റ് കുറയുന്നത് ശരീരഭാരം കുറയ്ക്കാൻ സഹായിച്ചേക്കാം, പക്ഷേ അവയെ പൂർണ്ണമായും ഒഴിവാക്കേണ്ട ആവശ്യമില്ല. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സീ മലയാളം ന്യൂസ് ലഭ്യം.